കരമുയർത്തി ശബ്ദമുയർത്തി 3 ഹല്ലേലൂയ വീണ്ടും പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നാം ഇന്ന് ദൈവസന്നിധാനത്തിൽ ആഗ്രഹത്തോടെ നമ്മളായിരിക്കുകയാണ്. കഴിഞ്ഞ പകൽ വന്നവർക്കറിയാം, ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നീതിയോട് അനേക നാളുകളുടെ പ്രാർത്ഥനയുടെ മുൻപിൽ മറുപടിയുമായി ദൂതൻ സക്കറിയാവിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരമായി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ് സുനിൽകുമാർ പാസ്റ്റർ. പന്നിയോട് എന്ന തിരുവനന്തപുരം ദേശത്ത്, പന്നിയോടെന്ന ദേശത്ത് ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം മുഴുവൻ സമയം കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷയ്ക്കായി കൈമാറുകയാണ്. ആദരപൂർവ്വ ശുശ്രൂഷകൾക്കായി തുടർന്നുള്ള ആ സമയം ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ തോമസ് കുട്ടി അവറുകൾ, ഈ പ്രസ്ഥാനത്തിന് അനുഗ്രഹീതമായ ആത്മീയമായ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, പിതൃതുല്യം സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ എം.എ. വർഗീസ് അവറുകൾ, കഴിഞ്ഞ പകല് എനിക്ക് അത്യാവശ്യമായ ഭക്ഷണവും താമസ സൗകര്യമൊക്കെ ഒരുക്കിയ ഗായോസിനെ പോലെ നല്ല അതിഥി സൽക്കാരം ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ രാജീവ് അവറുകൾ കുടുംബം, ഈ സഭയിൽ ആരാധിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവമക്കൾ, വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പകലും രാത്രിയിലും ഈ സഭയിൽ കടന്നു വരുവാൻ, ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 95-96 ഞാൻ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുമ്പോഴാണ് PMG ചർച്ചിനെ കുറിച്ച് കേൾക്കുന്നത് ആദ്യമായിട്ട്. അവിടെ PMGയിൽ നിന്ന് കടന്നു വന്ന ചില സഹോദരന്മാർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സഭയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നാൽ അതിന് ശേഷം അതിലുള്ള ചില കർത്തൃദാസന്മാരുമായിട്ട് ബന്ധപ്പെടുവാനൊക്കെ സഹായിച്ചു. പ്രത്യേകിച്ച് M.A. വർഗീസ് മാസ്റ്ററെക്കുറിച്ച് ഇടയ്ക്ക് ഞാൻ കേൾക്കുകയുണ്ടായി. M.A. ജോൺ പാസ്റ്ററുടെ, അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ലെങ്കിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ഈ കഴിഞ്ഞ വർഷം വിടപ്പഴിഞ്ഞിൽ വെച്ചാണ് ഞാൻ M.A. വർഗീസ് പാസ്റ്ററെ കാണുന്നത്. അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വ്യക്തിപരമായിട്ട് കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ എൻഗേജ്മെൻറ്റിൽ വെച്ചാണ് ഞാൻ കർത്തൃദാസനെ കാണുകയും വന്ന് ആ എൻഗേജ്മെൻറ്റിന് കർത്താവദാസൻ നടത്തിയ മെസ്സേജൊക്കെ കേട്ട് നമ്മുടെ തോമസ് കുട്ടി പാസ്റ്റർ അവിടെ അധ്യക്ഷനായിരുന്നു. ഇതിലുള്ള പല കർത്തൃദാസന്മാരെയും ചില ദൈവമക്കളെയൊക്കെ കാണുമ്പോൾ ഞാൻ PMG സഭയെക്കുറിച്ച് തിരക്കാറുണ്ട്. പ്രായമുള്ള കർത്തൃദാസന്മാരുള്ളത് കൊണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഈ ദിവസം അവരോട് ചേർന്ന് ഇരിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുദീർഘമായ ഒരു സമയം നമ്മുടെ മുമ്പിൽ ഇല്ല, എങ്കിലും അത്യാവശ്യത്തിനുള്ള സമയം നമ്മുടെ നടുവിലുണ്ട്. പകലെ ധാരാളം ദൈവമക്കൾ ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ടും മഴയൊക്കെ ആയതുകൊണ്ടുമായിരിക്കും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എങ്കിലും ശുശ്രൂഷയ്ക്ക് കുഴപ്പത്തില്ല. വചനം, ദൈവം ഏൽപ്പിച്ച വചനങ്ങൾ
ലഭിച്ച സമയത്തിനുള്ളിൽ വിശ്വസ്തയോടെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് പ്രയാസമില്ല. ഒരാൾ ഇരുന്ന ദൈവസന്നിധിയിൽ കരഞ്ഞാലും നമ്മുടെ ദൈവം ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. 5000 പേരിരുന്ന് പ്രാർത്ഥിച്ചാലും അവർക്ക് വേണ്ടി നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. ഞാൻ പകല് ദൈവാത്മാവനിക്ക് നൽകിയ ചില ദൂതുകൾ നിങ്ങളോട് വിശേഷിച്ച് ഞാൻ പറഞ്ഞു. അതിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. നമ്മെ എല്ലാവരെയും കുറിച്ച്, ശുശ്രൂഷകന്മാരെയും വിശ്വാസിയെയും കുറിച്ച്, പ്രത്യേകിച്ച് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിഞ്ഞു പോകുവാൻ, മാറിപ്പോകുവാൻ കഴിയുന്നതല്ല. നാം മാറിപ്പോകുന്നെങ്കിൽ നാം അവിശ്വസ്തരായിത്തീരും. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, പൗലോസിൻ്റെ ഭാഷയിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാനൊരു ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നുണ്ട്. നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, നമ്മുടെ മേലുള്ള നിയോഗത്തിനൊത്തവണ്ണം, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഉദ്ദേശത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഒന്ന് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുക്കണം ഉപയോഗിക്കാൻ വേണ്ടി. ഇത് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നതാണ്, പാസ്റ്റേഴ്സിനും നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ദൂതാണ്. കാരണം ഇനി അധികം കാലം നമ്മുടെ മുമ്പിലില്ല, അധികം സമയമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. നാളെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നാളെ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭിച്ച വെളിപ്പാടിനൊത്തവണ്ണം, നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി അല്പസമയമെങ്കിൽ അല്പസമയം നിന്ന് നല്ലതുപോലെ ഉപയോഗിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ യജമാനനായ ദൈവത്തിന് പ്രസാദം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സവിസ്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു, മധ്യസ്ഥ പ്രാർത്ഥന നന്നായി നടന്നു. എങ്കിലും ഒരു വാക്കുകൂടെ നമുക്ക് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ 2ാമത്തെ രാത്രിയിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ ആശ്വാസത്തിനായും വിടുതലിനായും മറവിനായും തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ രാത്രിയിലും അവിടെ നിന്ന് ഞങ്ങളുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കുവാൻ അങ്ങേക്ക് പ്രയാസമില്ല. അവിടുത്തെ ആത്മാവിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് അറിയിക്കേണ്ട അവിടുത്തെ സന്ദേശം ഇന്ന് രാത്രി ഞങ്ങളെ അറിയിച്ചാലും, അവിടുത്തെ ശബ്ദത്തിനു വേണ്ടി ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിച്ചിട്ടില്ല. ഇന്ന് രാത്രിയിൽ പല ആവശ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അല്പസമയങ്ങൾ ആശ്വാസത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി തിരുസന്നിധിയിൽ ഓടി വന്ന ജനത്തെ നോക്കി കർത്താവ് മനസ്സലിയണം. പ്രത്യേകിച്ച് ഉപവാസത്തോടിരിക്കുന്ന അവിടുത്തെ ഭക്തന്മാരോട് അങ്ങയുടെ വലിയ കരുണയുണ്ടാകണം. അവരുടെ കുടുംബങ്ങൾ, തലമുറകൾ വിടുവിക്കപ്പെടണം. ഇന്ന് രാത്രിയിൽ വിടുതലിൻ്റെ രാത്രിയായി മാറണം. ഈ രാത്രിയിൽ അഴിയാത്ത ചിലതൊക്കെ അഴിഞ്ഞു പോകണം. ഈ രാത്രിയിൽ ഒഴിയാത്ത ചിലതൊക്കെ ഞങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം. ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ തുറക്കാത്ത ചില വാതിലുകൾ, സഫലമായ വിശാലമായ ചില വാതിലുകൾ ആമേൻ ക്രിസ്തയേശുവിൻ്റെ നാമത്തിന് വേണ്ടി തുറന്നു വരണം. ദൈവപ്രവൃത്തികൾക്ക് വിരുദ്ധമായി ഇന്ന് രാത്രിയിലും ഉയർന്നു നിൽക്കുന്ന ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സകല ശക്തികളെയും ഈ രാത്രിയിൽ ദൈവദൂതനെ അയച്ച് ബന്ധിച്ച് മാറ്റണം. ഈ സഭാഹാൾ, ഈ ചുറ്റുപാട്, ഈ പരിസരം, ഈ അന്തരീക്ഷം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഈ പരിശുദ്ധ രക്തം കൊണ്ട്, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന സഭയിൽ ആത്മാക്കളെ തടയുന്ന ആത്മീക അന്തരീക്ഷങ്ങൾക്ക് വിരുദ്ധമായി അദൃശ്യ മണ്ഡലങ്ങൾ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സകല പ്രവർത്തനങ്ങളെയും ഇന്ന് രാത്രി കർത്താവ് ബന്ധിച്ച് മാറ്റണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് അരുളി ചെയ്തവൻ അവൻ സഭയെ പണിതനുഗ്രഹിക്കണം. ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കും. യേശു രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ വിനീതമായി ചോദിക്കുന്നു, ദൈവമൂലം കേൾക്കണമേ നല്ല പിതാവേ. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നന്ദി പറയാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. പ്രവാചക ശിഷ്യന്മാരുടെ കാലം, പ്രവാചകന്മാരുടെ കാലം, രാജകീയ ഭരണം നിലനിൽക്കുന്ന ഇസ്രായേലിലെ ആ കാലം, ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് അധികം പോകാതെ ഡയറക്റ്റ് ദൂതിലോട്ട് കയറി പ്രാർത്ഥിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. അന്ന് എലീശയോടൊപ്പം ഉണ്ടായിരുന്ന ഒരനുഗ്രഹീതനായ കർത്തൃദാസൻ, അദ്ദേഹം മരണപ്പെട്ടു. കുറച്ചു നേരത്തെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ അദ്ദേഹം ആ കുടുംബത്തിന് വലിയൊരു ബാധ്യത വെച്ചിട്ടാണ് പോയത്. സാമ്പത്തികമായ ഒരു വലിയ ബാധ്യത. ഈ ബാധ്യത നികത്തുവാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് ആ കർത്തൃദാസി അന്നത്തെ പ്രവാചകനായിരിക്കുന്ന എലീശയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവളുടെ ആ സബ്ജക്റ്റ്, ആ കുടുംബത്തിലെ വിഷയം, ആ സാമ്പത്തിക വിഷയമൊന്ന് ദൈവദാസൻ്റെ മുമ്പിൽ ഒന്ന് കൈമാറുകയാണ്. അതിലവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തൻ ആയിരുന്നല്ലോ. കരങ്ങൾ ഉയർത്തി കേട്ടെങ്കിൽ ഒരു സൂത്രം പറയൂ. ഒരു കർത്തൃദാസി തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ ഭയങ്കരമായ സാക്ഷ്യം. അദ്ദേഹം ദൈവഭക്തനായിരുന്നു എന്ന എനിക്ക് ബോധ്യമാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ദൈവഭക്തനായിരുന്നു എന്ന് നിനക്കും ബോധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് ഭക്തരായി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യം. നമ്മുടെ ഈ ബറിയൽ ശുശ്രൂഷയ്ക്ക് നടക്കുന്ന സമയത്ത് അനുശോചനങ്ങളും ആശ്വാസവാക്കുകളും പറയുന്ന കൂട്ടത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ, ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ തന്നെ ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും അവിടെ ഉച്ചരിക്കപ്പെടാറുണ്ട്. ഒരിക്കലൊരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ മരിച്ചു കിടക്കുന്ന അങ്കിളിനെ കുറിച്ച് അനുശോചനമായി ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മാമ്മ പതുക്കെ മോനെ കയ്യാട്ടി വിളിച്ചു. അവൻ ചിന്തിച്ചു, മമ്മിക്ക് എന്തോ പ്രയാസമായിരിക്കും, എന്തോ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതി വേദനയോടെ മമ്മിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നപ്പോൾ ആ അമ്മ ആ മോൻ്റെ ചെവിയിൽ പറയുകയാണ്, മോനെ, ഈ മരിച്ചു കിടക്കുന്നത് നിൻ്റെ പപ്പയാണോ എന്നൊന്ന് നോക്കടാന്ന് പറഞ്ഞു. ഈ മരിച്ചു കിടക്കുന്നത് നിൻ്റെ പപ്പയാണോ ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്താ കാര്യം? ഈ സാക്ഷ്യം പറഞ്ഞതും അതിൽ പറയപ്പെട്ട കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല, യാതൊരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ തിരിച്ചറിയണം, ഇവിടെ ഈ കർത്തൃദാസിക്ക് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് നല്ലൊരു ടെസ്റ്റ് മണി പറയാനുണ്ട്. അത് ആ കാലത്തിലെ പ്രവാചകനായിരിക്കുന്ന എലീശയ്ക്കും ഇവളുടെ ഭർത്താവ് ഭക്തനായി ജീവിച്ചു എന്നുള്ളത് സാക്ഷ്യമായി ഉണ്ട്. ഇനി ഈ കർത്തൃദാസി എന്തുകൊണ്ടാണ് ഈ ദൈവദാസൻ്റെ അടുക്കൽ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കടന്നു വന്നത്? എലീശ വിചാരിച്ചാൽ ഇവളുടെ കടഭാരത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുമോ? എന്തുകൊണ്ട് ഇവൾ എലീശ പ്രവാചകൻ്റെ അടുക്കൽ വന്നു? എന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത്? എലീശയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? 2 ബാക്ക്ഗ്രൗണ്ട് ആമേസ്തോത്രം ഞാൻ പറയാം. 1, 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. എലീശയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, 5-ാം അധ്യായം 16-ാമത്തെ. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. എലീശയുടെ ഒരു പ്രത്യേകത, എലീശയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, സ്തോത്രക്കാഴ്ച മേടിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസനാണ് എലീശ എന്ന് പറഞ്ഞാൽ. മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും ആട്ടിൻകൂട്ടവും മാട്ടിൻകൂട്ടവും ദാസീദാസന്മാരും ബാങ്കിൽ ഒത്തിരി ബാലൻസുകളൊക്കെ സ്വരൂപിക്കുവാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി നയമാൻ്റെ കുഷ്ഠം മാറിയതോടുകൂടെ ആമേസ്തോത്രം എലീശയ്ക്കുണ്ടായതാണ്. എലീശയുടെ മുമ്പിൽ അത് ദൈവം നൽകിയതാണ്.
പക്ഷേ 2 കരങ്ങളും ഉയർത്തിയ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്നും സ്വീകരിക്കുകയില്ല. അത് എലിശയുടെ ശ്രേഷ്ഠകരമായ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ കർത്തൃദാസി വന്നിരിക്കുന്നത് സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. അത് ഈ ദൈവദാസൻ അത് ചെയ്തു തരണം എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി വന്നിരിക്കുമ്പോൾ എലിശയുടെ പ്രത്യേകത, കരത്തിൽ പണം ലഭിക്കുമ്പോൾ, സാമ്പത്തികമായി വളരുവാനുള്ള അവസരമുണ്ടാകുമ്പോൾ അത് മനസ്സോടെ കൈയൊഴിയുന്ന ഒരു സ്വഭാവമാണ് എലിശയുടേത്. 2-ാമത്തേത് 6:1, 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായി. അദ്ദേഹത്തിന്റെ 2-ാമത്തെ പ്രത്യേകത, നല്ലൊരു വീട് എലിശ പ്രവാചകന് ഇല്ല. നല്ലൊരു വീടില്ല. നല്ലൊരു കെട്ടിടം വയ്ക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ടല്ല, അതിനുള്ള ഒത്താശകളൊക്കെ കടന്നു വന്നിട്ടും വീടിനോട് അധികം അദ്ദേഹത്തിന് പ്രിയം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന പ്രവാചക ശിഷ്യന്മാർക്ക് പോലും ഇവിടെ താമസിക്കുവാൻ അസ്വസ്ഥതകളുണ്ട്, അസൗകര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ക്രമത്തിൽ നല്ലൊരു വീടില്ലാത്ത മനുഷ്യനായിരുന്നു എലിശ. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന് വസ്തുവകകളില്ല, അദ്ദേഹത്തിന് നല്ലൊരു ഭവനമില്ല. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഭൗതികമായിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ കർത്തൃദാസൻ്റെ അടുക്കലേക്ക് ഈ കർത്തൃദാസി വന്ന് സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളുടെ പരാതികൾ പറഞ്ഞ് ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി അവൾ വന്നതിൻ്റെ പിന്നിൽ അവൾ എന്താണ് കണ്ടത്, അവൾ എന്താണ് മനസ്സിലാക്കുന്നത്? അവളോട് ചോദിച്ചാൽ അവൾ പറയും, ഞാൻ ഈ പ്രവാചകൻ്റെ അടുക്കൽ വന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് പറയുന്നത്, എൻ്റെ കണ്ണുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീടല്ല, എൻ്റെ കണ്ണുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ ഓഫറിംഗ് പാത്രത്തിൽ വീഴുന്ന ഓഫറിങ്ങുകളല്ല, പകരം ഞാൻ കാണുന്നത് എലിശ പ്രവാചകൻ്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന ആത്മസാന്നിധ്യം ഉള്ളതുകൊണ്ട്, ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകം ഈ ദൈവദാസൻ്റെ മേൽ വെളിപ്പെടുന്നത് കൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക വിഷയത്തിൻ്റെ കുരുക്ക് എൻ്റെ ദൈവത്തിന് അഴിക്കുവാൻ വേണ്ടി സാധിക്കും. ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും വ്യത്യസ്തരാക്കുന്നത് സാമ്പത്തികമായ മണ്ഡലങ്ങളല്ല, നമ്മുടെ ഭവനമല്ല നമ്മെ വ്യത്യസ്തരാക്കുന്നത്, നമ്മുടെ ജോലിയല്ല നമ്മെ വ്യത്യസ്തരാക്കുന്നത്, പകരം നമ്മെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകമാണ്. തിരിച്ചറിയണം. ആധുനിക തലമുറ സമ്പാദ്യത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ, ആധുനിക തലമുറ ഗേഗസിയെ പോലെ അവർ ഓട്ടം സ്തോത്രം തുടങ്ങിയിരിക്കുമ്പോൾ, ആധുനിക വിശ്വാസ സമൂഹം ലോത്തിനെ പോലെ മനോഹരമായിരിക്കുന്ന ഹോവയുടെ തോട്ടം പോലെയുള്ള, സോദോം പോലെയുള്ള സ്ഥലങ്ങളെ കണ്ടിട്ട് ആകൃഷ്ടരായി അന്ധതയുടെ കണ്ണുകൾ സ്തോത്രം ആക്കപ്പെട്ട് അവരുടെ ആത്മീക ഹൃദയം സ്തോത്രം കുരുട്ട് പിടിച്ച് ദൈവികമായ ദർശനത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ സഭയെ നോക്കി ഒരു ദൂത് പറയാം. തകർന്നടിയാൻ തുടങ്ങുന്ന ലോകത്തിൻ്റെ നടുവിൽ പാപത്തിൻ്റെ പടുകുടിയിലേക്ക് മാനവരാശി മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ രാത്രിയിൽ ദൈവസഭ തിരിച്ചറിയണം, സ്തോത്രം ജനത്തെ ദൈവത്തിങ്കലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ പണത്തിന് കഴിയത്തില്ല, ജനത്തെ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സ്വാധീനങ്ങൾക്ക് കഴിയത്തില്ല. എന്നാൽ ജനത്തെ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ട്. പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയണം. നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി തിരിച്ചറിയണം. നിങ്ങൾ മനസ്സിലാക്കണം, എലിശയുടെ മേൽ വ്യാപരിച്ച ദൈവിക അഭിഷേകം അത് തനിക്ക് ഒരു ഗിഫ്റ്റായി ലഭിച്ചതാണെങ്കിലും അത് പ്രാപിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ പിന്നിൽ ഈ കർത്തൃ മനുഷ്യൻ ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചറിയണം, പുതിയ നിയമത്തിൽ വിശ്വാസികൾക്ക് ദാനമായി, സൗജന്യമായി സ്തോത്രം ചിലപ്പോൾ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ മുമ്പിൽ വന്നിരുന്ന് നമ്മൾ സ്തോത്രം ചെയ്യുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നാം പോലും ചിന്തിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മേൽ അഭിഷേകം ഇറങ്ങി വരുന്നത്. ഇവിടെ പാറോട്ട് കോണത്തിനടുത്തുള്ള സ്തോത്രം ഒരു വീട്ടിനകത്ത് വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ എൻ സ്റ്റീഫൻ നാലാഞ്ചിറ അദ്ദേഹം നടത്തിയ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ, അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ
കർത്തൃദാസന്മാർ, വിശ്വാസികളൊക്കെയുള്ള സ്തോത്രം ആ യോഗത്തിൽ ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്നുള്ള പാട്ട് എല്ലാവരും ചേർന്ന് പാടുമ്പോൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനും ഇരിക്കുകയാണ്. ഞാനും കൈയടിക്കുന്നുണ്ട്, അറിയാമെന്നുള്ളതുപോലെ പാടുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടി ഞാൻ പോയതല്ല. എൻ്റെ സഹോദരിയുടെ ഒരു വിഷയത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. പക്ഷേ അന്ന് അവിടെ വച്ച് ഞങ്ങളുടെ വീട്ടിൽ അന്ന് 5 പേരുണ്ട്. 4 പേരെയും ദൈവം അവിടെ വച്ച് അഭിഷേകം ചെയ്തു. ലഭിക്കുമെന്ന് കരുതി പോയതല്ല. അഭിഷേകത്തെക്കുറിച്ച് അറിവില്ല, അഭിഷേകത്തിൻ്റെ വില അറിയത്തില്ല, അഭിഷേകത്തിൻ്റെ സ്തോത്രം സാന്നിധ്യത്തിൻ്റെ വില അറിയത്തില്ല, അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള സന്തോഷം അറിയത്തില്ല. സ്തോത്രം അത് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കേണ്ടുന്ന സ്തോത്രം അനുഭവങ്ങളെക്കുറിച്ച് അറിയില്ല. ഒന്നും അറിയാതിരിക്കുമ്പോൾ അന്ന് ദൈവം കൃപയാൽ ആത്മാവിനെ നൽകി. തിരിച്ചറിയണം, 40 വർഷം കഴിഞ്ഞിട്ടും 80 വർഷം കഴിഞ്ഞിട്ടും പെന്തക്കോസ്തിനകത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നിട്ട്, ഈവൻ 40 രാവും 40 പകലും പോലും ദൈവസന്നിധിയിൽ ഫാസ്റ്റിംഗ് എടുത്ത് അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് പോലും ലഭിക്കാത്ത ഒത്തിരി ദൈവമക്കൾ പെന്തക്കോസ്തിൻ്റെ അകത്തുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. കാരണം അഭിഷേകത്തിൻ്റെ വില നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വില നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സ്തോത്രം നിങ്ങൾ അത് ശരിക്കും ഉപയോഗിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ദൈവത്തിന് അത് നൽകിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നമ്മൾ പ്രാപിച്ചതിൻ്റെ പിന്നിൽ നമ്മുടെ ഉദ്ദേശം ചർച്ചിൽ വരുമ്പോൾ കൈയടിക്കണം, പാട്ടുപാടണം, അതിനോട് ചേർന്ന് അന്യഭാഷ പറയണം. എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ കൂട്ടത്തിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണം, സന്തോഷത്തോട് തിരിച്ചു പോകണം. നോ, അതൊരു സൈഡ് മാത്രമേ ആയുള്ളൂ. നമ്മിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മിൽ ഉള്ളതെങ്കിൽ അതിൽ തനതായ ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഞാൻ പഴയ നിയമത്തിലെ ഒരാളുടെ അഭിഷേകം ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് സ്തോത്രം ഞാൻ ഈ ദൂതിലേക്ക് കടന്നു വരാം. ദാവീദിനെ കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശ്രദ്ധിക്കണം, വീട്ടിലെ ഇളയവനാണ്. വാസ്തവത്തിൽ അമ്മയും അപ്പനും ഉപേക്ഷിച്ചവനാണ്. ആ നല്ലൊരു യോഗം നടന്നപ്പോൾ അവനെ കൂട്ടാൻ അമ്മയും അപ്പനും തയ്യാറാകാത്തതാണ്. പിന്നെ പ്രവാചകൻ ഇടപെട്ടവനെ കൂട്ടിവരുത്തിയതാണ്. അങ്ങനെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം അവനെ അഭിഷേകം ചെയ്തു. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ദാവീദിൻ്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ശൗലിൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകം പോയി. ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശൗലിൻ്റെ മേലുണ്ടായിരുന്ന ആത്മസാന്നിധ്യം നഷ്ടമായി. പകരം ശൗലിൻ്റെ മേൽ ദുരാത്മാവ് സ്തോത്രം കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങി. തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ഹൃദയത്തിലേക്ക് അനുസരണക്കേടിൻ്റെ ആത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ, പ്രവാചക ശബ്ദം മുഖവിലേക്കെടുക്കാതെ, അമാലേക്യ ശക്തികൾ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവർ വഴിയിൽ വച്ച് തൻ്റെ മക്കളെ ഉപദ്രവിച്ചത് പുസ്തകത്തിൽ കുറിച്ചു വച്ച ദൈവം കാലേക്കുട്ടി നിശ്ചയിച്ചതനുസരിച്ച് ശൗലിലൂടെ പ്രതികാരം ചെയ്യണമെന്ന് ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോൾ ശൗല്, കുശാഗ്ര ബുദ്ധിക്കാരനായ ശൗല്, കണ്ണിന് ഇമ്പമായിട്ടുള്ള കമനീയമായിട്ടുള്ള യഹോവയ്ക്ക് യാഗത്തിനെന്നും പറഞ്ഞുകൊണ്ട് ചിലതൊക്കെ അവൻ ശേഖരിച്ചു കൊണ്ടുവന്നു. നിസാരമായതിനെയൊക്കെ നിർമൂലമാക്കിയിട്ട് കപടഭക്തനായി ശമൂവേലിന്റെ മുമ്പിൽ നിന്നു. തിരിച്ചറിയണം, ദൈവം പകർന്ന ആത്മസാന്നിധ്യം ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, ശൗലിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ വേണ്ടിയല്ല. എന്നാൽ
അനുസരണക്കേടുണ്ടായത് കൊണ്ട് അഭിഷേകത്തെ ദൈവം തിരിച്ചെടുത്തു. അവൻ്റെ മേൽ ദുരാത്മാവിനെ അയച്ചു. ദുരാത്മാവ് വന്നതോടുകൂടെ ശൗൽ അസ്വസ്ഥനാകുന്നു. ശൗലിന് സമാധാനം നഷ്ടപ്പെടുന്നു. ശൗലിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. രാത്രി ഉറങ്ങുന്നവരൊരു സ്വത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശൗലിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. പുറത്താരും കേൾക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ശൗലിൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. ശൗലിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ശൗലിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ശൗൽ ഉറങ്ങണമെങ്കിൽ ഇനി ഒരു പരിഹാരമേ ഉള്ളൂ. കിന്നരം വായിക്കുന്ന ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവനെ കൊണ്ടുവന്നൊന്ന് കിന്നരം വായിപ്പിക്കണം. നോക്കിയപ്പോൾ ആമീസ്തോത്രം ഒരു ഭക്തൻ, ഒരു ഭൃത്യൻ പറഞ്ഞു കൊടുത്തു, ഇശായിയുടെ ഒരു മോനുണ്ട്, കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല, അധികം തരക്കേടില്ല. അവനെ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് കുറച്ച് ക്വാളിറ്റി പറയുന്നുണ്ട്. അതിലൊരു ക്വാളിറ്റിയാണ് യഹോവയുടെ ആത്മാവും അവൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവൻ വന്നൊന്ന് കിന്നരം വായിച്ചാൽ ദുരാത്മാക്കൾ മാറി നിൽക്കും എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തിരിച്ചറിയണേ, അതിനകത്ത് നമുക്കൊരു ദൂതുണ്ട്. പുതിയ നിയമത്തിലും അനുസരണക്കേടിൻ്റെ മക്കളിൽ, എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യം, അവിടെ വായിക്കുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അപ്പോൾ പുതിയ നിയമസഭയ്ക്കകത്തും ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർ എന്ന അഭിമാനിക്കുന്നവരുടെ നടുവിലും ദൈവത്തിൻ്റെ ചിത്തങ്ങളിൽ നിന്നും അകന്നു മാറി അനുസരണക്കേടുള്ളവരായി നാം മാറിയാൽ നമ്മിലും വ്യാപരിക്കാൻ ആമേൻ ഇരുട്ടിൻ്റെ ശക്തികൾ പുറത്ത് നിൽപ്പുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവുള്ള ഹൃദയത്തിൽ ഒരിക്കലും അശുദ്ധാത്മാവിന് കയറിപ്പറ്റുവാൻ കഴിയത്തില്ല. അതെങ്ങനെ കയറും? കയറിപ്പറ്റാൻ കഴിയത്തില്ല. കയറിപ്പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നീങ്ങുന്ന ക്രമത്തിൽ അവൻ്റെ ജീവിതത്തിൽ പെശകുകൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ജീവിത പെശകില്ലാതെ ആമേൻ ഒരുവനിൽ ഇരുട്ടിൻ്റെ സ്വാധീനം കയറുകയില്ല. ശ്രദ്ധിക്കണം, നമ്മളെല്ലാം പെന്തക്കോസുകാരാ. പെന്തക്കോസുകാരല്ലാത്ത ആരും ഇതിനകത്ത് രാത്രിയില്ല. നമ്മളെല്ലാം പെന്തക്കോസുകാരാ, ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചർച്ചിനകത്ത് വരുമ്പോൾ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ്, ഞാൻ ആരാധനയ്ക്ക് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ചർച്ചിൽ ശരിക്കും നല്ലതുപോലെ ജനത്തെ ആരാധനയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ആരാധനയ്ക്ക് എതിരല്ല, തെറ്റിദ്ധാരണ വരരുത്. പക്ഷേ ചർച്ചിൽ വന്ന് നമ്മൾ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് സഭാ നേതൃത്വത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി നമ്മൾ അവരെ പ്രീതിപ്പെടുത്തി ചിലപ്പോൾ പോയെന്ന് വരും. എന്നാൽ ഞാൻ സ്തോത്രം തിരിച്ചറിയണം, സഭയിൽ വന്ന് ആരാധിച്ച് മടങ്ങുന്നത് ആരാധനയാണെങ്കിലും പരിശുദ്ധാത്മാവും വിശ്വാസിയും തമ്മിൽ സഭയിൽ വന്ന് ആരാധിക്കുന്ന ആരാധനയോടുകൂടെ ബന്ധം തീരുന്നില്ല. സ്തോത്രം. വിശ്വാസിയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആജീവനാന്ത ബന്ധമാണ്. ആ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ തിരിച്ചറിയണം, സഭയിലെ ആരാധന കഴിഞ്ഞ് മടങ്ങുന്ന സാമൂഹിക ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലോട്ട് സ്തോത്രം നീങ്ങുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ സ്തോത്രം നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു കണക്ഷൻ കിടപ്പുണ്ട്. സ്തോത്രം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും പരിശുദ്ധാത്മാവും തമ്മിൽ ബന്ധമുണ്ട്. ഞാനിവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞാൽ, ഞാനിവിടെ നിന്ന് പ്രവചിച്ചാൽ, ഞാനിവിടെ നിന്ന് അന്യഭാഷയിൽ പാടിയാൽ, ഞാൻ ഇവിടെ നിന്ന് ആത്മാവിൽ വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ പറയും, ആ പാസ്റ്റർക്ക് എന്ത് കൃപ, സ്തോത്രം, നല്ല കൃപയുള്ള കർത്തൃദാസൻ. എന്നാൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് നീങ്ങിയതിന് ശേഷം, ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് മാറിയതിന് ശേഷം എൻ്റെ ജീവിതം കാണുന്നത് നിങ്ങളല്ല, ഞാനും ദൈവവുമായി, ഞാനും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു സ്തോത്രം, ഒരു
അഡ്ജസ്റ്റ്മെന്റ് ലൈഫല്ല, ക്ലിയറായ ഒരു ബന്ധമുണ്ട്. എൻ്റെ രഹസ്യ ജീവിതത്തിൽ മലിനതയുണ്ടെങ്കിൽ, എൻ്റെ രഹസ്യ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, എന്നിൽ ദൈവാത്മാവിൻ്റെ ഭരണം നടക്കത്തില്ല, എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ നടക്കത്തില്ല, എന്നിൽ ദൈവാത്മാവിൻ്റെ കൺട്രോളിങ് നടക്കുകയില്ല, എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം ഉണ്ടാകുകയില്ല. ആമേൻ സ്തോത്രം. രഹസ്യ ജീവിതത്തിനും പരിശുദ്ധാത്മാവിനും തമ്മിൽ, ആമേൻ, നമ്മുടെ രഹസ്യ ജീവിതത്തിനും പരിശുദ്ധാത്മാവിനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. സ്വതന്ത്രം പറയും, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായത്. ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒളിച്ച്, പരിശുദ്ധാത്മാവിനെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ, ഒരു കർത്തദാസന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്നിട്ട് കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചു. കർത്തദാസനുണ്ട്, കർത്തദാസിയുണ്ട്, പ്രായമുള്ള 73 വയസ്സ് വരെയുള്ള പ്രായമുള്ള ഒരമ്മച്ചിയുണ്ട്. ആമേൻ. കുറച്ച് 1-2 കുഞ്ഞുങ്ങളുണ്ട്. നല്ലൊരു കുടുംബം, നല്ല ആത്മീയമായ നല്ല കുടുംബം. ഞാൻ ആ പ്രാർത്ഥനയിടയ്ക്ക് അവരോട് ചോദിച്ചു, സുവിശേഷ വേല ചെയ്യുന്ന വളരെ ആത്മീക പൈതൃകമുള്ള കുടുംബത്തിൽ ചെറിയൊരു ചോദ്യം ചോദിച്ചു. ആമേൻ. സിനിമ കാണാത്ത, ആമേൻ സ്തോത്രം, ആ സ്വഭാവമുള്ളവർ ഒന്ന് കരമുയർത്തുവാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ, ആമേൻ സ്തോത്രം, ചിലരൊന്നും കരമുയർത്തുവാൻ തയ്യാറായില്ല. അതിൽ 73 വയസ്സുള്ള പ്രായമുള്ള അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറയുക, ഞാൻ സിനിമ കാണുകയില്ല പാസ്റ്റർ, പിന്നെ സീരിയൽ ഇടയ്ക്ക് കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ പറയുന്ന, അന്യഭാഷയിൽ ആരാധിക്കുന്ന, ആത്മാവിൽ നൃത്തം ചവിട്ടി ആരാധിക്കുന്ന വിശ്വാസിക്ക്, ആമേൻ സ്തോത്രം, അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയാണെങ്കിൽ നിനക്ക് സിനിമയുമായും സീരിയലുമായും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറ, ഇച്ചിരി ബുദ്ധിമുട്ടാ. പ്രൈസ് ദി. സമയം എൻ്റെ മുമ്പിൽ, ആമേൻ സ്തോത്രം, ഫാസ്റ്റായി പോകുന്നു. തിരിച്ചറിയണം, രഹസ്യ ജീവിതത്തിൽ ഒരുപക്ഷെ ടിവിയുടെ മുമ്പിൽ ഇരുന്നില്ലെങ്കിലും മൊബൈൽ കുത്തി, ആമേൻ സ്തോത്രം, നോക്കി ദൈവത്തിന് ഹിതകരമല്ലാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് മാറും. പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ വ്യാജാത്മാവായിരിക്കും കയറുന്നത്. പക്ഷെ പറയുന്നത് പഴയ അന്യഭാഷയുമായിരിക്കും. പഴയ അന്യഭാഷ പറയാൻ കഴിയും, കാരണം അത് മെമ്മറിയിൽ കിടപ്പുണ്ട്. പഴയ ആരാധന ശൈലി കാണും, പഴയ കയ്യടി കാണും, പക്ഷേ അഭിഷേകം മാത്രം കാണത്തില്ല, ദൈവ സാന്നിധ്യം കാണത്തില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി യൗവനക്കാരോടും മുതിർന്നവരോടും പറയാം, രഹസ്യ ജീവിതത്തിൽ ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു ഇടപാടുകളും നമുക്ക് വേണ്ട. ഏതെങ്കിലും രഹസ്യ ഇടപാടുകൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിന്നും അകറ്റിക്കളയുന്ന ഏതെങ്കിലും രഹസ്യ ഭാവങ്ങൾ നിന്റെ ജീവിതത്തിൽ സ്തോത്രം ആമേൻ നൂലാമാല പോലെ കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ അധികാരത്തോടെ അതിന് എതിരെ നിൽക്കാൻ ഇന്ന് രാത്രി തയ്യാറാകാം. പണത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, വീട്ടിന് പ്രാധാന്യം കൊടുക്കാത്ത, ഒലിവ് തോട്ടത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, മുന്തിരിത്തോട്ടത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, അഭിഷേകത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു എലീശ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യൗവനക്കാരോട് ഞാൻ പറയാം, വിദ്യാഭ്യാസം വേണം, ജോലി വേണം, ആമേൻ സ്തോത്രം, എല്ലാം വേണം. പക്ഷെ ഞാൻ പറയുന്നു, എല്ലാത്തിനും ഉപരി പരിശുദ്ധാത്മാവിനാൽ ആമേൻ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം, ആമേൻ സ്തോത്രം, നിങ്ങൾക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ നാം സമ്പാദിക്കുന്നത്, ഇവിടെ നാം പ്രാപിക്കുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കും, ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ ആത്മീകമായി നീ എന്തെങ്കിലും പ്രാപിച്ചാൽ അത് ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, അത് നിന്നെ പിന്തുടരുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ എലീശ പ്രവാചകനെ വ്യത്യസ്തനാക്കിയത് അവൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ വ്യാപാരമാണ്. അതുകൊണ്ട് ആ കർത്തൃദാസക്കറിയാം, ഈ ദൈവ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമെന്ന് അവൾ വിശ്വസിച്ചു.
ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ അടുക്കൽ, നമ്മുടെ ഈ സഭയിലൊക്കെ സ്തോത്രം പുതുതായി ഒരാൾ കയറി വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മെസ്സേജ് ആയിരിക്കത്തില്ല, പകരം അവർ പ്രതീക്ഷിക്കുന്ന ഒരു മറക്കിളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ ആഗ്രഹിക്കുന്നത് സ്തോത്രം മെസ്സേജ് അല്ല. കാരണം മെസ്സേജ് അവർ രണ്ടാമത് ആഗ്രഹിക്കുകയുള്ളൂ. തകർന്ന സ്തോത്രം വേദനയോടെ പ്രതിസന്ധികളുടെ നൂലാമാലകൾക്കകത്ത് കുരുങ്ങി ജനം ആശ്വാസത്തിന് വേണ്ടി ഇതിനകത്ത് കയറി വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു മറക്കിളാണ്. ആ മറക്കിൾ നടക്കണമെങ്കിൽ നമ്മിൽ അഭിഷേകം വെളിപ്പെടണം. Praise the Lord. കർത്തൃദാസന്മാരിലും ഇവിടെയുള്ള അനുഗ്രഹീതരായ കർത്തൃദാസന്മാരിലും ഇവിടെയുള്ള അനുഗ്രഹീതരായ നിങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ, ദൈവശബ്ദം മുഴങ്ങിയാൽ, സ്തോത്രം, അക്രൈസ്തവനായ അവിശ്വാസിയായ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് അവൻ്റെ ഹൃദയത്തെ ആത്മാവ് വിവേചിച്ചു കഴിഞ്ഞാൽ അവൻ മുട്ടുകുത്തി സാഷ്ടാംഗം വീണിട്ട് പറയും, വാസ്തവമായി ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. ആ ഒറ്റ മറക്കിൾ മതി സ്തോത്രം ധാരാളം കുടുംബങ്ങൾ രക്ഷയുടെ ഭാഗത്തേക്ക് വരാൻ. ആ ഒറ്റ ദൈവപ്രവൃത്തി മതി അനേകർ ക്രിസ്തുവിങ്കിലേക്ക് കയറി വരാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു എന്നുള്ള തിരുവെഴുത്ത് പോലെ സ്തോത്രം പരിശുദ്ധാത്മാവുമായി ചേർന്നൊരു സ്തോത്രം ജീവിതം നയിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു ജീവിതം നയിക്കാൻ, ദൈവകൃപയുടെ ആഴത്തിൽ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകാം. അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാൻ, അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിലോട്ട് കയറി വരാൻ ഇന്ന് രാത്രി നമുക്ക് തയ്യാറാകാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് സൂചിപ്പിച്ച് പെട്ടെന്ന് പ്രാർത്ഥിച്ചിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഒത്തിരിയുണ്ട്. തുടക്കം മുതൽ അതാ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ചുമ്മാണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മെ നിറച്ചില്ല. അന്യഭാഷ പറഞ്ഞിട്ട് കൈയടിച്ച് ആരാധിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമല്ല. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡിലും നമ്മുടെ ഉള്ളിൽ ആരാധന നടക്കും. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പപ്പ ഒരു രാത്രിയിൽ ബാങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ പാസ്ബുക്ക് എൻ്റെ കയ്യിലേൽപ്പിച്ചു. അന്ന് എൻ്റെ 2 പെങ്ങന്മാരുടെ വിവാഹം നടന്നിട്ടില്ല. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അതൊരു രാത്രിയായിരുന്നു. കാരണം പിറ്റേന്ന് പപ്പയ്ക്ക് ഒരു കേസിൻ്റെ വിധിയാകും വഞ്ചൂര് കോടതിയിൽ. അപ്പോൾ ആ വിധി പപ്പ പ്രതീക്ഷിച്ചത് വിധി പ്രതികൂലമാകും. വിധി പ്രതികൂലമായാൽ പപ്പ ജയിലിലാകും. ജയിലിലായി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം മുഴുവനും ഏകദേശം 18 വയസ്സുള്ള എൻ്റെ മേലാകും. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്തിനെന്ന് ചോദിച്ചു. നീ വച്ചേക്ക്, നാളെ സ്തോത്രം കോർട്ടിൽ പോകണം. പപ്പയെ ഒരു കേസിൽ കുരുക്കിയതാണ്. പപ്പയെ അതിൽ പ്രതിയാക്കിയതാണ്. അദ്ദേഹം അതിൽ നിരപരാധിയാണ്. ഒരു മനുഷ്യനാണ് കൃത്യം ചെയ്തിട്ടുള്ളത്. 2ാം പ്രതി പപ്പയായി, 3ാം പ്രതി വേറൊരാൾ. 2ഉം 3ഉം പ്രതികൾ നിരപരാധികളാണ്. പൂർവ്വ വൈരാഗ്യ നിമിത്തം കേസിൽ കുരുക്കിയതാണ്. പക്ഷേ അന്ന് രാത്രിയിൽ എനിക്കറിയത്തില്ല, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ശരിക്കും അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വാടക വീട്ടിൻ്റെ ഹാളിലുള്ള ഒരു ചെറിയ കോണിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുകുത്തിയത് മാത്രം എനിക്കറിയാം. രാത്രിയിലെ മണിക്കൂറുകൾ എങ്ങനെ മാഞ്ഞുപോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ രാത്രിയിലെ പ്രാർത്ഥന അന്യഭാഷയിലെ പ്രാർത്ഥനയായിരുന്നു. ആ രാത്രിയിലെ പ്രാർത്ഥന ആത്മാവിലെ പ്രാർത്ഥനയായിരുന്നു. എത്ര മണിക്കൂറുകൾ കരഞ്ഞു എന്നെനിക്കറിയില്ല. എത്ര മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞു എന്നറിയത്തില്ല. ഞാനല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തിരുന്ന് സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങി. റോമാലേഖനത്തിൽ പൗലോസിലേക്ക് എഴുതി വച്ചിരിക്കുന്ന പോലെ ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞരങ്ങി വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ള തിരുവെഴുത്ത് പോലെ ആ രാത്രി മുഴുവനും എൻ്റെ ഉള്ളറകളിൽ നിന്ന് അന്യഭാഷ ഇങ്ങനെ പുറത്തേക്കൊഴുകി. അത് എനിക്കേ അറിയത്തില്ല. അന്ന് പപ്പയുടെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിറ്റേ ദിവസം വഞ്ചൂർ കോടതിയിലേക്ക് പപ്പയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് 18 വയസ്സുള്ള ഞാനും പോയി. അന്നത്തെ വിധി ഏകദേശം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോൾ വിധി ഉണ്ടായി. 1ാം പ്രതിയെ ശിക്ഷിച്ചു. 2ഉം 3ഉം പ്രതികളെ വെറുതെ വിട്ടു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം പറ.
ആമേൻ, ഒരു രാത്രിയിലെ പ്രാർത്ഥന അടുത്ത ദിവസത്തെ ആമേൻ സ്തോത്രം കോർട്ടിൽ നിന്നും പ്രതികൂലമായി വരേണ്ടുന്ന വിധിയെ ദൈവം അനുകൂലമാക്കി വിട്ടു, നിരപരാധിത്വം തെളിയിച്ചു. ഇന്ന് രാത്രി തിരിച്ചറിയണം, ആത്മാവിൻ്റെ പ്രാർത്ഥന അകത്തളങ്ങളിൽ നിന്ന് ആമേൻ സ്തോത്രം ഉരുത്തിരിഞ്ഞു വന്നാൽ, ആത്മാവിൻ്റെ പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ, നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ഞാൻ ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാൽ ഹിന്ദി അറിയാമെന്നുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാകും, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ ഇംഗ്ലീഷ് അറിയാകുന്ന നിങ്ങൾക്കത് മനസ്സിലാകും. എന്നാൽ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കതിൻ്റെ വ്യാഖ്യാനമില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. എല്ലാ ലാംഗ്വേജുകളും പിശാചിനറിയാം, എല്ലാ ലാംഗ്വേജും പിശാചിനറിയാം. ആമീസ്തോത്രം, തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ പിശാച് തുള്ളിക്കഴിഞ്ഞാൽ ആമീസ്തോത്രം അത് സംസാരിക്കുന്ന തമിഴേ സംസാരിക്കത്തുള്ളൂ. പിശാചിന് സൂപ്പറായി തമിഴറിയാം. ആമീസ്തോത്രം, ഏത് ഭാഷയും പിശാചിനറിയാം. പക്ഷെ പുള്ളിക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയേ ഉള്ളൂ, അന്യഭാഷ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം പറ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ അകത്തളങ്ങളിൽ അഭിഷേകമുണ്ടെങ്കിൽ ആമീസ്തോത്രം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആമീസ്തോത്രം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രചോദനം തരികയാണ്. നീ പറയുന്ന അന്യഭാഷ എന്തെന്ന് ദേശത്തിലെ ഒരു ഭൂതത്തിനും അറിയത്തില്ല, ദേശത്തിലെ ഒരു ദേശാന്തര ശക്തികൾക്കും നാം പറയുന്ന അന്യഭാഷയുടെ ആമീസ്തോത്രം മർമ്മം അറിയത്തില്ല. ഒരു മന്ത്രവാദിക്കും നാം പറയുന്ന അന്യഭാഷ എന്തെന്നറിയത്തില്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അദൃശ്യ മണ്ഡലങ്ങളിലെ കോട്ടകൾ തകർന്നടിയാനിടയാകും. നിന്റെ ആമൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാതെ നിനക്കെതിരെ അദൃശ്യ മണ്ഡലങ്ങളിൽ ആമെ കോട്ട അടിച്ചുയർത്തി നിൽക്കുന്ന ഇരുട്ടിന്റെ സാമ്രാജ്യങ്ങൾ ആമേ സ്തോത്രം കെട്ടടങ്ങണമെങ്കിൽ അന്യഭാഷയിൽ രാത്രിയും പകലും ഒരുപോലെ ആത്മാവിൽ യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറായാൽ കണ്ണടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിൻ്റെ നടുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാനിടയാകും. ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില മിനിറ്റുകൾ ദൈവമുഖത്തേക്ക് നോക്കാം. അവൾ ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ കർത്തദാസൻ ചോദിക്കുന്നുണ്ട്, പറക വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? അവൾ പറയുന്നു, അവനെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു ഭരണി എണ്ണയുണ്ട്, ആ എണ്ണയല്ലാതെ മറ്റൊന്നും എൻ്റെ പക്കലില്ല. ഇന്ന് രാത്രി തിരിച്ചറിയണം, ആ എണ്ണ വർദ്ധിക്കുന്ന എണ്ണയാണ്. ഇന്നലെ വരെ പ്രാർത്ഥിച്ചവൾക്കറിയത്തില്ല ഈ എണ്ണ വർദ്ധിക്കുന്ന എണ്ണയാണെന്ന്. അവൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി ഈ ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഇത് വർദ്ധിക്കുമോ എന്ന് അവൾക്കറിയത്തില്ല. ഇന്ന് രാത്രി നിൻ്റെ ശരീരമെന്ന മൺകൂടാരത്തിൻ്റെ അകത്ത്, നിൻ്റെ ശരീരമെന്ന ഭരണിക്കകത്ത് ദൈവം ദാനമായി പകർന്നിരിക്കുന്ന ഈ എണ്ണയായ അഭിഷേകം, ഈ പരിശുദ്ധ അഭിഷേകം, അത് വർദ്ധിക്കുന്നതെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. അത് വർദ്ധിക്കുന്നതെന്ന് തിരിച്ചറിയണം. അത് എങ്ങനെ വർദ്ധിക്കും? അത് അളവ് കൂടാതെ വർദ്ധിക്കുന്നതാണ്. അത് എത്ര വർദ്ധിക്കുമെന്നറിയത്തില്ല. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കണേ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം വർദ്ധിക്കുന്ന അഭിഷേകമാണ്. ആമേൻ. അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം വർദ്ധിക്കുന്ന അഭിഷേകമെങ്കിൽ അത് എത്ര അളവ് വരെ വർദ്ധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് വേദപുസ്തകം പറയുന്നത്, അളവ് കൂടാതെ ആത്മാവിനെ പകരുന്നവൻ, അളവ് കൂടാതെ ആത്മാവിനെ പകരുന്നവൻ. ഇന്ന് രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അളവ് കൂടാതെ വർദ്ധിപ്പിച്ചു തരുന്നവൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അത് വർദ്ധിക്കുക മാത്രമല്ല, അടുത്ത പാത്രങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ പകർച്ച, അത് അടുത്തിരിക്കുന്നവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, അത് അടുത്ത ഗ്രാമങ്ങളിലേക്ക് ഒഴുകാൻ, അതടുത്ത പട്ടണങ്ങളിലേക്ക് ഒഴുകാൻ, ഇത് ഒഴുകി ചെല്ലുന്ന സകല ഇടത്തുമുള്ള സകല പ്രാണികളും ജീവിക്കുമെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകം വർദ്ധിക്കട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. ശരീരം വിട്ടുകൊടുത്ത് അന്യഭാഷ ഉള്ളവർ ഇന്ന് രാത്രി അന്യഭാഷകളിൽ ആരാധിക്കട്ടെ, അന്യഭാഷകളിൽ ആരാധിക്കട്ടെ. ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ രാത്രി മൺഭാണ്ഡങ്ങളിൽ ഇന്ന് രാത്രിയിൽ അത്യന്ത ശക്തിയായി ഈ രാത്രി വെളിപ്പെടുകയാണ്.
അദനഗരാധന രഗതനഗടക ശബ്ദരാധന. നിന്റെ ബലഹീനതയ്ക്കപ്പുറത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്റെ രോഗത്തെക്കാൾ സ്തോത്രം വിലയുള്ള ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ബന്ധനങ്ങളുടെ അകത്തളങ്ങളിൽ ശത്രു നിന്നെ ഒതുക്കി വച്ചിരിക്കുമ്പോൾ അതിനെ കവിയുന്ന ഒരഭിഷേകം. ജീവനാദിനക രഗന ശമന അടരഗരാധിക രേഖൽ ഖടാദിയാന അർത്ഥന രഹസ്യ വൈധനാദിയ അന്തലെ രഗൽഖന. ഈ ആലയത്തിന് ഒരറ്റം മുതൽ മററ്റം വരെ ഈ രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഔദനക്ഷസ്യാദന അന്തരജഗദന ബൗദ്ധൽഖരാദിയാന റീമാന ഘടകജഗക്ഷസ്യാദന അന്തരഗദന ഘടകസിയ. ഇരുട്ടിന്റെ സകല മൂഢാവികളും ഇന്ന് രാത്രി ഉടയട്ടെ. ജനമാരാധനയിൽ അവൻ സ്വതന്ത്രരായി വരട്ടെ. ആത്മാവിന്റെ ആരാധന ജനത്തിന്റെ നടുവിൽ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ആരാധന ജനത്തിന്റെ ഉള്ളറകളിൽ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ആരാധന ജനത്തിന്റെ നടുവിൽ ശക്തി പ്രാപിക്കട്ടെ. ബൗദ്ധവരം ധനരേഖന ഹന്തല ശന്തരേധന ബൗദ്ധന രക്ഷല അർത്ഥകരന്ധന വൈദകരന്ധന ദീപല ഹന്തല രഗധന ബൗദ്ധന വൈഡൽക്കാരക രേധന ഹന്തല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് രാത്രി തിരിച്ചറി. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഉദ്ദേശം ഇന്ന് രാത്രി തിരിച്ചറി. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ മേൽ ജയം കൊണ്ടുവരുന്ന അഭിഷേകം, നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ചുമക്കുന്ന രോഗത്തിന്റെ മേൽ സൗഖ്യം കൊണ്ടുവരുന്ന അഭിഷേകം, നിങ്ങളോട് പോരാടുന്ന പാപശക്തികളുടെ മേൽ ജയം തരുന്ന അഭിഷേകം, നിങ്ങളോട് പോരാടുന്ന പൈശാചിക ശക്തികളുടെ മേൽ ജയവും അധികാരം തരുന്ന അഭിഷേകം. ലോകത്തിന് എതിരെ നിൽക്കാൻ നിങ്ങളിൽ തെളിഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യം. ഈ ജനത്തിന് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ ചെറുപ്പക്കാരിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇവർ ആള് മാറിയതുപോലെ ഇന്ന് രാത്രിയാകട്ടെ. ദർശനങ്ങളിലൂടെ വെളിപ്പാടുകളിലൂടെ പ്രവചനങ്ങളിലൂടെ ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം ഇതിനകത്ത് മുടങ്ങട്ടെ. ചിലർ ദർശനങ്ങൾ കാണട്ടെ, ചിലർ വെളിപ്പാടുകൾ കാണട്ടെ, ചിലർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടട്ടെ. ഈ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരാധനയുടെ സ്റ്റൈൽ മാറട്ടെ, ആരാധനയുടെ നിലകൾ മാറട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടി ദൈവസഭയുടെ ഉള്ളറകളിൽ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ മുമ്പിൽ നട്ടലോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ദേശത്തിന്റെ അധികാരത്തിനും കഴിയത്തില്ല. ഈ അനന്തപുരിയുടെ മണ്ണിൽ വ്യാപരിക്കുന്ന യാതൊരു അനന്ത ശക്തിക്ക് നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നേരെ നിൽക്കാൻ കഴിയില്ല. ദൈവസഭയിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നേരെ ഒരു പാതാള ഗോപുരത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, ഈ അത്യന്ത ശക്തി എന്റെ മേൽ രാത്രി വ്യാപരിക്കട്ടെ. കൃപ കൃപ കൃപ. രോഗശക്തികൾ വിട്ടുമാറട്ടെ, ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ആ രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ. രാത്രിയിലെ ഉറക്കത്തോട് പോരാടുന്ന, ഉറക്കം കൊടുക്കാതെ വണ്ണ് ജനത്തെ ബന്ധിക്കുന്ന ദുഷ്ടശക്തിയെ ഈ രാത്രിയിൽ ആ മാതാവിനെ വിട്ട് അഴിഞ്ഞുവോ. Hallelujah. Rikaba baba 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 shaba baba 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 chuda bara bala ba shaida baba 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 shara dara dara gada gada. Hallelujah. 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 Oh Jesus. Siga baba baba baba. Hallelujah. Hallelujah. നന്ദി രാജാവേ, നന്ദി. കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ
കർത്താതി കർത്താവ്, രാജാതി രാജാവ്, നമ്മുടെ നിലയും വിലയും അറിയുന്ന കർത്താവ് ഈ രാത്രികാലവും നമ്മോട് തൊട്ട് സംസാരിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ കേട്ടല്ലോ, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ആമേൻ ഹല്ലേലൂയ പറയുക, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ഓ, ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാനൊരു ഭക്തനാണ്, എൻ്റെ ഭാര്യ ഒരു ഭക്തമതിയാണ്, എൻ്റെ ഭർത്താവ് ഒരു ഭക്തമതിയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അവൾ പ്രവാചകനിൽ എലീശയിൽ കാണുവാൻ കഴിഞ്ഞത് ആമേൻ അവനിൽ ഒരു അഭിഷേകമാണ് കാണുവാൻ കഴിഞ്ഞത്. അഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കുന്നതാണ്. അഭിഷേകം നമ്മെ ജയോത്സവമായി നടത്തുന്നതാ. അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ അഭിഷക്തൻ്റെ പ്രത്യേകത ആമേൻ പ്രതിഗ്രഹം വാങ്ങാതെ ഇരിക്കുന്ന ഒരു അഭിഷക്തൻ. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ്റെ ആമേൻ ഹല്ലേലൂയ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മേലൊരു അഭിഷേകമുണ്ട് എന്നുള്ള പ്രത്യേകതയാ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവൾക്കൊന്നറിയാം, അവനിൽ അഭിഷേകമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം തരുവാൻ അവൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന്. ആമേൻ ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദുരാത്മാക്കൾ വരെ വിട്ടുപോകുന്നത് ആമേൻ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ അഭിഷേകമുള്ളവൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുന്നു. അഭിഷേകം വർധനയുടെ അഭിഷേകമാ, എണ്ണ വർദ്ധിപ്പിക്കുന്ന അഭിഷേകമാ. അഭിഷേകം വർദ്ധിക്കുന്നു, എണ്ണ വർദ്ധിക്കുന്നു, അളവ് കൂടാതെ ആത്മാവിനെ പകരുന്നു. ഓ, ഇതൊഴുകി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുന്നു. ഓ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓ ഹല്ലേലൂയ അത്ഭുതങ്ങൾ സംഭവിക്കും. കടഭാരങ്ങൾ മാറും. ഓ, അത്ഭുതങ്ങൾ, അതേ രോഗശക്തികൾ അഴിഞ്ഞു പോകും, രോഗബാധ അഴിഞ്ഞു പോകും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മളവിടെ പിന്നെയും ഒരു പ്രത്യേകത കണ്ടത്, അഭിഷേകം നിലനിൽക്കണമോ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വിശുദ്ധി കാത്തുകൊള്ളുമാറാകണം. വിശുദ്ധിയുടെ മാനദണ്ഡമാ അഭിഷേകത്തിൻ്റെ ശക്തി നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ അറിവ് നമ്മളെ ഭരിക്കുമാറാകണം. ഈ അറിവ് നമ്മളെ ദേശത്ത് വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ സഹായിക്കുന്നത്. ഈ പങ്കപ്രാവ്, ഈ തങ്കപ്രാവ്, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പറന്നകലുവാൻ നമുക്ക് ഇടം കൊടുക്കരുത്. വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പാ, ജീവിതത്തിൽ ഇവിടെയൊക്കെയോ വന്ന പിഴവുകൾ, കുറവുകൾ അപ്പാ അവിടുന്ന് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് കർത്താവ് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ഒന്ന് ശാശ്വത മാർഗത്തിൽ എന്നെ ഒന്ന് നടത്തണമേ കർത്താവേ. അങ്ങയുടെ നേർനിലത്തിൽ എന്നെ ഒന്ന് നടത്തണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവണത ജീവിതത്തിൽ കടന്നു വരാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, നിയന്ത്രണം എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ കൃപ എനിക്ക് തരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലൊരു അഭിഷേകമുണ്ട്. ആമേൻ ഹല്ലേലൂയ. നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഉദ്ദേശം എല്ലാം നാം തിരിച്ചറിയണം. ഓ, അഭിഷേകം നമ്മളിൽ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അതിനകത്തൊരു ഉദ്ദേശം നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ മധ്യേ കടന്നു വന്ന് ദൈവവചനം ശക്തമായി ശുശ്രൂഷ ചെയ്ത ബഹുമാന്യ അഭിഷക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുൽകുമാർ പാസ്റ്റർ ആമേൻ പന്നിയോട് ആമേൻ കർത്താവിൻ്റെ ദാസനെ പിന്നെയും ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. സഭയുടെ പേരിലും ആമേൻ ഞങ്ങളുടെ ആമേൻ പേരുള്ള പ്രത്യേക നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പിന്നെയും കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കട്ടെ. വഴിയാത്രയിൽ ദൈവ സാന്നിധ്യത്താൽ മറച്ചുകൊള്ളട്ടെ. ബഹുമാന്യ പാസ്റ്റർ വർഗീസ് അവരുകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കുടുംബമായി അനുഗ്രഹിക്കണം. ഇവാഞ്ചലിസ്റ്റ് രാജീവ് സാറിനെ കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. നാളെ നടക്കുന്ന
ഉപവാസ പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹമാകണം. നാളെ വരുന്ന ദൈവദാസനെയും ദൈവശക്തിയോടെ കരങ്ങൾ ഉപയോഗിക്കണം. ജനമെല്ലാം ഉത്സുകതയോടെ കടന്നു വന്ന് ഒരു മനസ്സോടെ ആരാധിക്കുവാനൊക്കെ ദൈവം കൃപ നൽകണം. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന എല്ലാവരും ദൈവം ബലപ്പെടുത്തുമാറാകണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ ഫെർഡിനൻഡ് അവരുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. ആശീർവാദം ബഹുമാന്യ പാസ്റ്റർ മെവറീസ് അവരുകൾ പറയും. കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉപവാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രികാലം ഞങ്ങൾക്കൊരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവിടെ നിന്ന് ഒരുക്കി തന്ന സാക്ഷ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഈ നാടുകളിൽ ജീവിക്കുവാൻ ആവശ്യമായ അഭിഷേകം സ്തോത്രം ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് വീണ്ടും നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, വിവിധ വിഷയങ്ങളോട് ഉപവസിക്കുന്ന തൻ്റെ ജനത്തോട് സ്തോത്രം അവിടുന്ന് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷാരത്തെ കണ്ട ഹല്ലേലൂയ മനസ്സലിഞ്ഞ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ കർത്താവേ, സ്തോത്രവാസം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹവും വിടുതലുമാക്കി ദൈവം അടന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഹല്ലേലൂയ രാത്രികാലം സ്തോത്രം പ്രാർത്ഥിച്ചാരംഭിച്ചു. സ്തോത്രം പൽക്കാലവും രാത്രികാലവും കൊണ്ട് ദാസനിലൂടെ അറിയിച്ചു കൊണ്ടിരുന്ന സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പ സ്തോത്രം. പ്രവാചക ശിഷ്യ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ സ്തോത്രം തൻ്റെ ഹല്ലേലൂയ ദാസനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളും ഹല്ലേലൂയ ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം കർത്താവേ സ്തോത്രം മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ സുനിൽകുമാരനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾപ്പിച്ച ദൈവശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദാസൻ്റെ അത്രയിൽ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ വാസം ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സഭയ്ക്കും വലിയ വിടുതലാക്കി അവിടുന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെല്ലാം തിരുക്കരങ്ങളിലേക്ക് സ്തോത്രം ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വരേണ്ട ദാസനെ ശക്തിയോടെ കരങ്ങളിൽ എടുക്കണമേ. കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കണമേ. കാലാവസ്ഥ പ്രതികൂലങ്ങളുടെ മധ്യേയും സ്തോത്രം എല്ലാ ജനവും കടന്നു വന്ന് ഉപവസിപ്പാൻ ഇത് സഭയ്ക്കും ദേശത്തിനും വലിയ വിടുതലാക്കി ദൈവം അടന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും താഴ്ത്തി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടുപിടിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവേ, ഞങ്ങളുടെ മധ്യേ അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്ന് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് ഉപവാസ പ്രാർത്ഥന ഈ ഹാളിൽ വെച്ചുണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ സംബന്ധിക്കുക.